നിങ്ങൾ ഡോഗ് വളർത്തുന്ന ആളാണോ? അപ്പോൾ ഹെയർ ഫോൾ, ഇച്ചിങ്, ഡാൻഡ്രഫ് ഇതൊക്കെ അടുത്ത കാലത്ത് കൂടുതലായോ? എന്നോട് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഡോഗ് കാരണം ഹെയർ പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ളത്. ആദ്യം തന്നെ പറയാം, ഡോഗ്സ് നേരിട്ട് ഹെയർ ഫോൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഡോഗിൻ്റെ ഓണേഴ്സിന് പലർക്കും ഹെയർ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഡോഗ്സ് ഉണ്ടാക്കും. ഡോഗ്സിൻ്റെ ദേഹത്ത് ഡസ്റ്റ്, ബാക്ടീരിയ എന്നിവ ഉണ്ടാവും. അത് സ്കാൽപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇച്ചിങ്, ഡാൻഡ്രഫ്, സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഇത് ഹെയർ ഫോൾസിന് റീസൺ ആവും. ഡോഗ്സ് ഉള്ള വീടുകളിൽ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, സോഫ ഇതൊക്കെ ഫ്രീക്വൻറ്റ് വാഷ് ചെയ്യാറില്ലെങ്കിൽ സ്കാൽപ്പ് പ്രോബ്ലംസ് വരും. ഇനി സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ് ഹെയർ ഫോൾസിൻ്റെ ബിഗ്ഗസ്റ്റ് റീസണാണ്. അത് പെറ്റിനെ വളർത്തുന്നവർക്ക് കൂടുതൽ മനസ്സിലാകും. നെക്സ്റ്റ് വന്നിട്ട് അലർജിയാണ്. ഡോഗ്സിനെ വളർത്തുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഡോഗ് ഡേഞ്ചർ അലർജി ഉണ്ടാകാം. ഇത് സ്കാൽപ്പ് റെഡ്നെസ്, ഇച്ചിങ്, ഹെയർ ഫോൾസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആക്കണം. ഡോഗ്സ് ഒരിക്കലും ബാഡല്ല, ഡോഗ് ഹെയർ ഡേഞ്ചറുമല്ല. ഇൻപ്രോപ്പർ കെയർ, ഹൈജീൻ ഇഷ്യൂ ഇതൊക്കെയാണ് പ്രധാനം. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാം. ഡോഗ്സിനെ റെഗുലറായി ഗ്രൂം ചെയ്യുക. അതുപോലെ തന്നെ പില്ലോ കവർ വീക്ക്ലി ചേഞ്ച് ചെയ്യുക. ഡോഗ്സിനെ വളർത്തുന്നത് ബ്ലെസ്സിങ് ആണ്. ലിറ്റിൽ കെയർ എടുത്താൽ ഹെയർ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാം. എൻ്റെ ഈ ചാനലിൽ തന്നെ ഹെയർ കെയർ ടിപ്സും ഞാൻ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹെയർ പ്രോബ്ലംസ് ഉള്ളവർക്ക് ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞു തരുന്നത്. പെറ്റ്സിനെ വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്കണം, ഒരു സബ്സ്ക്രിപ്ഷനും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.